പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന സമയത്തും അതുപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള പോർട്രേറ്റ് എടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് കുറച്ച് സ്മോക്കൊക്കെ കൊടുക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. കാരണം സ്മോക്ക് മെഷീന് നോർമലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വലിയ സ്റ്റേജിലൊക്കെ അടിക്കുന്ന ആ ഒരു സാധനമാണ്. അത് കുറച്ച് ഓവർ ആവുകയും ചെയ്യും. മാത്രമല്ല അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളും പ്രശ്നമാണ്. വിലയും ഒരുപാട് കൂടുതലാണ്. നോർമലി നമ്മളിപ്പോൾ പ്രൊഡക്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് കുന്തിരിക്കം പുകച്ചിട്ടോ ചന്ദനത്തിരി കത്തിച്ചിട്ടോ സിഗരറ്റ് വലിച്ചു ഊതിച്ചിട്ടൊക്കെയാണ് സ്മോക്ക് ഉണ്ടാക്കാറ്. പക്ഷെ അത് പെർഫെക്റ്റ് ആവില്ല, ഭയങ്കര അപകടമാണ്. ഈവൻ ടേബിളൊക്കെ ഓൾറെഡി കത്തി തുടങ്ങി, അതുപോലെ ബാക്ക് ഡ്രോപ്പ് വരെ തീ പിടിച്ച സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തെരഞ്ഞ് നടന്നപ്പോൾ കിട്ടിയൊരു സാധനമാണ് ഉല്ലൻസിയുടെ ഫിലിം ഫോഗ് എയ്സ് എന്ന് പറയുന്ന ഈ ഒരു ഫോഗ് മെഷീൻ. ഉപയോഗിച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല. കാരണം നോർമലി നമ്മൾ ഈ കുന്തിരിക്കം പുകച്ചുണ്ടാക്കുന്ന പുക പോലെയുള്ള പുകയല്ല. ഇത് കുറച്ചും കൂടി കുറച്ച് വെയിറ്റ് കൂടിയ രീതിയിലുള്ള സ്മോക്ക് ആയതുകൊണ്ട് താഴെ അങ്ങനെ കിടന്നിട്ട് നമുക്ക് ഫോട്ടോഗ്രാഫി കിട്ടുന്ന പോലെ, അതായത് നമ്മുടെ ഈ ഡ്രൈ ഐസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ വരുന്ന ഒരു ഫോഗ് പോലെ നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് ഫോട്ടോഗ്രാഫിയിൽ നല്ല കിട്ടുന്ന, അതായത് വിസിബിൾ ആവുന്ന രീതിയിലാണ് നമുക്ക് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള, ബാറ്ററി ഇട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഈ ഉലൻസിയുടെ ഫോഗ് മെഷീൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്ന് നമുക്കത് ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മളത് വർക്ക് ചെയ്യുക, എന്തൊക്കെയാണ് ഗുണങ്ങൾ നമുക്ക് നോക്കാം. ഞാൻ നിങ്ങളോടൊപ്പം നെജ്മു ഫോർ ഐ ഷൂട്ട് ഫോട്ടോഗ്രാഫി. അപ്പോൾ നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പ്രൊട്ടക്റ്റീവ് കവറിലാണ് ഉല്ലൻസിയുടെ ഫിലിം എയ്സ് എന്ന് പറഞ്ഞ ഫോഗ് മെഷീൻ നമുക്ക് കിട്ടുന്നത്. ഇതുപോലെ നമുക്കൊരു എന്താ പറയുക, ഇതിൻ്റെ ഒരു യൂണിറ്റ് ഇതിൽ വരുന്നുണ്ട്. ഒരു ഫോഗിൻ്റെ യൂണിറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ പിന്നെ ഇതിൽ വരുന്നത് ഒരു ആറ്റമൈസിങ് ചാമ്പർ എന്ന് പറയുന്ന, ഇതിൽ നമ്മൾ ഈ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ, ഈ ഫോഗ് ഉണ്ടാക്കാനുള്ള ഫോഗ് ജ്യൂസ് എന്നൊക്കെ പറയുന്ന ഒരു ലിക്വിഡാണ്. ഈ ലിക്വിഡ് ഇതിൽ ആഡ് ചെയ്തിട്ടാണ് നമ്മളിത് മേക്ക് ചെയ്യുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ ഇതിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ കവറിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഹോസ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് സ്പോഞ്ച് വരുന്നുണ്ട്, നമുക്ക് കുറച്ചും കൂടെ ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള സ്പോഞ്ച്. പിന്നെ വേറൊരു ബെൻഡുള്ള ടൈപ്പ് ഹോസ്. പിന്നെ വരുന്നത് ഇതിൽ നമുക്കിത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, റീചാർജബിൾ ആയതുകൊണ്ട് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള USB-C വരുന്നുണ്ട്. USB-C സാധാരണ ഇപ്പോൾ ചാർജിങ്ങിന് വന്ന് എടുക്കാറില്ല, കാരണം എല്ലതും ഇപ്പോൾ USB-C ആയതുകൊണ്ട് മാറ്റിമറിച്ചും കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ യൂണിറ്റ് വരുന്നത്. ഈ യൂണിറ്റിൻ്റെ താഴെ നമുക്കിത് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു USB പിന്ന് വരുന്നുണ്ട്. USB-C വെച്ചിട്ട് നമുക്ക് ഇത് റീചാർജ് ചെയ്യാം. ഇതിൽ വരുന്നത് നല്ല പവർഫുൾ ആയിട്ടുള്ള റീചാർജബിൾ ബാറ്ററിയാണ്. 2 ബാറ്ററി വരുന്നുണ്ട്. അപ്പോൾ ഈ ബാറ്ററി നമ്മളിതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ നോക്കിയിട്ട്, അതായത് മാറാതെ നമ്മളിതിൽ ബാറ്ററി നമ്മൾ ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ബാറ്ററിയുടെ ചാമ്പർ നമ്മൾ ക്ലോസ് ചെയ്യാം. ഡൺ, പരിപാടി കഴിഞ്ഞു. പിന്നെ നമ്മൾ ചാർജ് ചെയ്ത് യൂസ് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് ഇതാണ് നമ്മളെ യൂണിറ്റ്. ഇവിടെയാണ് നമ്മളെ ഈ ആറ്റമൈസിങ് ചാമ്പറും സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ബട്ടണും കാര്യങ്ങളൊക്കെ നോക്കാം. ഇവിടെ നമുക്ക് ഇതുപോലെ റിമോട്ട് പോലെ സാധനം വരുന്നത്. ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ റിമോട്ട് റിലീസ് ചെയ്തെടുക്കാൻ പറ്റും. ഈ റിമോട്ട് പോലെ സാധനം വരുന്നുണ്ട്. റിമോട്ട് ചാർജ് ചെയ്യാനുള്ള ഒരു ചാർജിങ് പോയിന്റും വരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ റിമോട്ട്. അപ്പോൾ ആദ്യത്തെ ഒരു സ്റ്റെപ്പായിട്ട് നമ്മൾ ഈ ആറ്റമൈസിങ് ചാമ്പറിൽ നമ്മൾ ഈ ഒരു ലിക്വിഡ് ഇതിൽ നിറക്കുക ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്കത് ഓൺ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ ആറ്റമൈസിങ് ചാമ്പർ എന്ന് പറഞ്ഞ സാധനം വരുന്നത്. ഗ്ലാസിൻ്റെ ഇതിൽ ഹീറ്റ് ആക്കിയിട്ടാണ് സ്മോക്ക് വരുന്നത്. ഇവിടെ നമുക്ക് ഇതിൻ്റെ മുകളിൽ റബ്ബർ നമുക്കിങ്ങനെ എടുക്കാൻ കിട്ടും. ഈ റബ്ബർ നമ്മൾ ഓപ്പൺ ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഈ ബോട്ടിലിൻ്റെ ഓപ്പൺ ചെയ്തിട്ട്, ബോട്ടിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ ബോട്ടിലിന് ഈ ലിക്വിഡ് ഇതിൽ ഫില്ല് ചെയ്യണം. കേട്ടോ, നമുക്ക് മുഴുവൻ ഫില്ല് ചെയ്യണമെന്നില്ല, നമ്മളെ ഷൂട്ട് എത്ര ഉള്ളതനുസരിച്ചിട്ട് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് ഇതിൽ ഫില്ല് ചെയ്തു, കുറച്ച് ഫില്ല് ചെയ്തിട്ട് നമുക്കിതൊക്കെ മൂടി വെക്കാം. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ ഫില്ല് ചെയ്തു. ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്യണമെങ്കിൽ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഒരു 3 മിനിറ്റ് നമ്മളിങ്ങനെ വെക്കണം. കാരണം കറക്റ്റായിട്ടൊന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് വെക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിൻ്റെ ഈ ടോപ്പ് ഊരിയിട്ട് നമ്മളിതിൽ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയാണ് വേണ്ടത്. ഇതിൻ്റെ ഈ ഒരു എൻഡ് ഉണ്ടല്ലോ, ഈ സ്ക്രൂവിലെ താഴെയുള്ള എൻഡ് നമ്മളിതിൻ്റെ മുകളിൽ, ഈ ആറ്റമൈസിങ് ചാമ്പർ നമ്മളിതിൻ്റെ മുകളിൽ പിടിപ്പിച്ചിട്ട് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് വെച്ചിട്ട് നമുക്ക് ഈ സാധനം കവർ ചെയ്യണം. കാരണം ഇത് ഹീറ്റാവുന്ന സാധനം ആയതുകൊണ്ട് എപ്പോഴും കവർ ചെയ്യണം നല്ലതാണ്. പ്രൊട്ടക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കവർ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്കിതിൽ നേരിട്ടിട്ട് നമുക്ക് റിമോട്ടോട് കൂടിയിട്ട് നമുക്കിത് വർക്ക് ചെയ്യിക്കാൻ പറ്റും. റിമോട്ട് ഇല്ലാതെ നമുക്കിത് വർക്ക് ചെയ്യിക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് 3 സെക്കൻഡ് ഇത് നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവും. അപ്പോൾ നമുക്കിവിടെ ലൈറ്റ് കത്തണമൊക്കെ കാണാൻ പറ്റും. എന്നിട്ട് നമ്മളൊരു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇതിൽ നമുക്ക് സ്മോക്ക് ഇഷ്ടംപോലെ വന്നു തുടങ്ങും. ഒരു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്മോക്ക് ഇഷ്ടംപോലെ വന്നു തുടങ്ങും. അതാണ് നമ്മളിത് മാനുവലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം. ഇതാണ് നമുക്ക് നേരിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മളെ റിമോട്ട് ഉപയോഗിച്ചിട്ടാണെങ്കിൽ നമുക്ക് ഇവിടെ റിമോട്ടിൻ്റെ മുകളിലൊരു റെഡ് ബട്ടൺ വരുന്നുണ്ട്, പ്ലസ് മൈനസ് അതിൻ്റെ മിഡിലായിട്ട് പവർ ബട്ടൺ വരുന്നുണ്ട്.
ഈ പവർ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ റിമോട്ട് ഓൺ ആവും. കേട്ടോ, റിമോട്ട് ആയി കഴിഞ്ഞാൽ ഒരു സ്പോക്കിൻ്റെ സാധനമൊക്കെ വരുന്നുണ്ട്, ഒരു പിശാചി പോലെ സാധനമൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് വെച്ചാൽ നമുക്ക് ഇവിടെ ഇതിൻ്റെ മെനുവിൽ നമുക്ക് എന്തുമാത്രം സ്മോക്ക് വേണം, സ്മോക്ക് നമുക്കൊരു 6 സ്റ്റെപ്പായിട്ട് സ്മോക്ക് കൺട്രോൾ ചെയ്യാം. അതുപോലെ ഈ പുറത്തേക്ക് വരുന്ന ഫാനിൻ്റെ അളവ് നമുക്ക് 6 സ്റ്റെപ്പായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമുക്കത് സെറ്റ് ചെയ്യാം. അത് സെറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഏകദേശം മിഡിലാണ് വെച്ചിട്ടുള്ളത്, മൂന്ന് ഘട്ടം രണ്ടിലും വെച്ചിട്ടുണ്ട്, മിഡിലാണ് വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് റിമോട്ടായിട്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കണ്ടോ, നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ സ്മോക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ വരും. അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ മെനുവിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിതിൽ മോഡുണ്ട്. ഈ മോഡിൽ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി പ്രൊഫഷണലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5 സെക്കൻഡിലൊക്കെ കുറച്ച് സ്മോക്കൊക്കെ വരണമെങ്കിൽ എത്ര സെക്കൻഡ് നമുക്ക് ഇടവേള വേണം, അത് കഴിഞ്ഞിട്ട് എത്ര സെക്കൻഡ് നമുക്ക് സ്മോക്ക് വന്നുകൊണ്ടിരിക്കണം എന്നൊക്കെ ഇതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യാനൊക്കെ പറ്റും. നോർമലി നമുക്ക് പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫിക്ക് അതൊന്നും ആവശ്യമില്ല, ജസ്റ്റ് പ്രസ് ചെയ്യുക, സ്മോക്ക് വരുത്തുക. ഇതാണ് ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ ചെയ്യാനുള്ളൂ. അപ്പോൾ നമുക്ക് അതൊന്നും ചെയ്യാനുണ്ടെങ്കിൽ ആ മോഡ് ബട്ടൺ നമുക്ക് എക്സിറ്റ് ആയി പോയി കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ നോർമൽ മോഡിലെത്തും. നമുക്ക് സ്മോക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഇത് പ്രസ് ചെയ്തിട്ട് സ്മോക്ക് എടുക്കാൻ പറ്റും. ഇത് നമുക്ക് ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കുകയും ചെയ്യാം. പിന്നെ നമുക്കിത് ആ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നോസിൽ വരുന്നുണ്ട്. ഈ നോസിൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ നോസിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് രീതിയിൽ നമുക്ക് സ്മോക്ക് നമുക്ക് ആവശ്യം എവിടെയാണ് സ്മോക്ക് ആവശ്യം. ഇപ്പോൾ ഈ ഒരു ബോട്ടിലാണ് ഞാൻ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ബോട്ടിൻ്റെ സൈഡിൽ എവിടെയാണ് സ്മോക്ക് ആവശ്യം വെച്ചാൽ അവിടെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടാവും സ്മോക്ക് ഈസി ആയിട്ട് ഇഷ്ടംപോലെ സ്മോക്ക് വരും. ഇനി അതല്ല നമുക്ക് കുറച്ചും കൂടെ സ്പ്രെഡായിട്ട് സ്മോക്ക് പോകണമെങ്കിൽ സ്പോഞ്ച് ഇതിൻ്റെ മുകളിൽ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മേ ബി പോർട്രേറ്റൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ സ്പോഞ്ച് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാവും ഇഷ്ടംപോലെ സ്മോക്ക് രസമായിട്ട് വരും. ഇതന്നെ ഞാൻ ഇപ്പോൾ പകുതി വെച്ചിട്ടുള്ളൂ. കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സ്മോക്ക് നമുക്ക് ഈ സ്മോക്ക് മെഷീൻ്റെ ഉള്ളിൽ നിന്ന് വരും. ഇതല്ല, ഇത് വെച്ചിട്ടാണ് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഇത് റിമൂവ് ചെയ്തിട്ട് ഈ ബെൻഡ് വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് കരികളൊക്കെ കൂട്ടി വെച്ച് പ്രോഡക്റ്റിൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് സ്മോക്ക് അടിച്ചു കൊടുക്കാം. അതെല്ലാം നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഈ സ്പോഞ്ച് വെച്ചിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സാധനമാണ്. നമുക്ക് റീചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. സ്മോക്ക് ഓയിൽ നമ്മളിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേമ്പറിൻ്റെ ഉള്ളിൽ ഓയിൽ നിറച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയുള്ള ഒരു ബെസ്റ്റ് സാധനമാണ് ഉലൻസിയുടെ ഈ ഒരു സ്മോക്ക് മെഷീൻ. അപ്പോൾ ഇതിൻ്റെ പർച്ചേസ് ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കാം, അതിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൈസൊക്കെ അറിയാൻ പറ്റും. പിന്നെ നിങ്ങൾക്കിത് കടയിൽ നിന്ന് വാങ്ങണമെങ്കിൽ എനിക്കിത് അറേഞ്ച് ചെയ്ത് തന്നത് നമ്മുടെ ലംബൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പാണ്. അവർക്ക് കോഴിക്കോട്, തൃശ്ശൂർ, പെരിന്തൽമണ്ണൊക്കെ ഷോപ്പുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തരും. നല്ല വിശ്വസനീയമായിട്ടുള്ള ഒരുപാട് കാലം നിൽക്കുന്ന ഷോപ്പാണ് ലംബൂസ്. അപ്പോൾ താഴത്തെ ലംബൂസിൻ്റെ നമ്പറും കൊടുത്തിട്ടുണ്ട്, പർച്ചേസ് ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ബെറ്റർ പ്രൊഡക്റ്റാണ്. പിന്നെ ഉലൻസി ബ്രാൻഡ് നിങ്ങൾക്ക് അറിയാം, ഒരുപാട് ലൈറ്റുകളും ഒരുപാട് ആക്സസറീസൊക്കെ ഇറക്കുന്ന ബ്രാൻഡാണ് ഉലൻസി. അപ്പോൾ നമുക്ക് അറിയാത്തതിന് ചൈനീസ് കമ്പനിയല്ല, അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫി പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കൊച്ചിയിൽ ഫോട്ടോഗ്രാഫി കോഴ്സ് ഉണ്ട്. 3 മാസ കോഴ്സുകളും 2 ദിവസത്തെയും 1 ദിവസത്തെയും ഫോട്ടോഗ്രാഫും ഐഫോണോഗ്രാഫി കോഴ്സുകളൊക്കെ ഉണ്ട്. താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അതിന് ഡീറ്റെയിൽസും കിട്ടും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.